കഴിഞ്ഞ ദിവസത്തെ പ്രൊമോയിൽ അനീഷും ആദിലയും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ നമ്മൾ കണ്ടു. വളരെ മോശമാണ്, വളരെ ചീപ്പായിട്ടുള്ള പെരുമാറ്റങ്ങളാണ് ആദിലയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിന്റെ പൂർണ്ണത ഇപ്പോൾ അല്പനിമിഷങ്ങൾക്ക് മുമ്പ് ലൈവിൽ വന്നിരുന്നു. എന്താണ് സംഭവം? രാവിലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു. പക്ഷേ ആ പാത്രങ്ങൾ അവിടെ വാരിക്കൂട്ടിയിട്ടിരിക്കുകയാണ്. രാവിലത്തെ ഡ്യൂട്ടി ആദിലയും ജിഷനും കൂടിയാണ് ചെയ്യേണ്ടത്. ജിഷിന്റെ ഡ്യൂട്ടി ചെയ്തു. കുറെ പാത്രങ്ങൾ അയാൾ കഴുകി വെച്ചിട്ട് പോയി. ആദില പാത്രം കഴുകുവാൻ അടുക്കളയിൽ കയറിയില്ല. ആദില ഇപ്പോൾ മാത്രമല്ല, പാത്രം കഴുകലിനെ സംബന്ധിച്ച് എപ്പോഴും പ്രശ്നമാണ്. ആദില ജോലി ചെയ്യാൻ കയറില്ല. അതിന്റെ കാരണം ജോലി ചെയ്യാൻ താല്പര്യക്കുറവുള്ളത് കൊണ്ടല്ല, മടിച്ചിയായതുകൊണ്ടല്ല, അനീഷിനോടുള്ള ബുദ്ധിമുട്ടാണ്. അനീഷ് ക്യാപ്റ്റനാണ്. അപ്പോൾ അനീഷ് പറയുന്നത് അനുസരിക്കാൻ പാടില്ല എന്ന് ഇവർ കട്ടായം തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പാത്രം അവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 2 മണിക്കൂറിലധികമായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉച്ചക്കലത്തേക്കുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യുവാൻ വേണ്ടി പാത്രങ്ങൾ കഴുകി കൊടുക്കേണ്ടത് ആവശ്യമാണ്. ആ പാത്രങ്ങൾ ആദിലയാണ് കഴുകി വെക്കേണ്ടത്. അതിനുവേണ്ടി അനീഷ് ആദിലയുടെ മുൻപിൽ വന്ന് പറയുന്നുണ്ട് പാത്രം കഴുകി വെക്കാൻ. ആദില മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷേ അനീഷ് പോകുന്നില്ല. അനീഷ് ഏകദേശം 1/2 മണിക്കൂറിലധികം ആദിലയുടെ മുൻപിൽ തന്നെ നിൽക്കുകയാണ്. അവർ പുതച്ചു മൂടി കിടക്കുന്നു. അനീഷ് പറയുന്നതൊന്നും മൈൻഡ് ചെയ്യുന്നതേയില്ല. വീണ്ടും അനീഷ് അവിടെ നിന്നുകൊണ്ട് ശാന്തമായി ആദില പാത്രം കഴുകി വെക്ക്, എഴുന്നേറ്റ് വാ ഇത് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. ഇതിനകത്ത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അനീഷ് ഈ കാണിക്കുന്നത് മഹാവെറുപ്പിക്കൽ പരിപാടിയാണ് എന്ന് അവിടെ ഒരു കൂട്ടം ആൾക്കാർ പറയുന്നുണ്ട്. ഞാൻ അനീഷിന്റെ ഫാനല്ല, ആദിലയോട് എനിക്ക് വൈരാഗ്യവുമില്ല. എങ്കിലും ഒരു കാര്യം ഞാൻ പറയാം, ഇത് അനീഷിന്റെ ഗെയിമാണ്. കുറെ ദിവസങ്ങളായിട്ട് അനീഷിന്റെ പിറകിന് നടന്നുകൊണ്ട് ഇവർ മഹാബോറൻ കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വെറും ചീപ്പ് ഗെയിമാണ് കളിക്കുന്നത്. അതിനെ ആത്മസംയമനത്തോടു കൂടി തന്നെയാണ് അനീഷ് നേരിടുന്നത്. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അടിച്ച് ഷെഡിൽ കയറ്റിയനെ. പക്ഷേ അയാൾ തിരിച്ചു മറുപടി പറയാൻ പോകുന്നില്ല. ഇവര് സംസാരിക്കുന്ന രീതിയിൽ അയാൾ തിരികെ പ്രതികരിക്കുന്നില്ല. അപ്പൊ പിന്നെ അയാളെ മാക്സിമം അങ്ങ് ഇല്ലാണ്ടാക്കിയേക്കാം എന്നുള്ള പരിപാടിയുമായിട്ടാണ് ആദില വരുന്നത്. എന്നാൽ അനീഷ് തൻ്റെ ആ സ്ട്രാറ്റജിയിൽ തന്നെ നിലനിന്നുകൊണ്ട് ഗെയിം കളിക്കുകയാണ്. ഇവിടെ ആദിലയെ എക്സ്പോസ് ചെയ്യുക എന്നുള്ളതായിരുന്നു അനീഷിന്റെ ഏറ്റവും വലിയ തന്ത്രം. അനീഷിന് പറയുവാൻ ന്യായമുണ്ട്. കാരണം ആദിലയാണ് പാത്രം കഴുകി വെക്കേണ്ടത്. പാത്രം എപ്പോഴെങ്കിലും കഴുകി വെച്ചാൽ പോരാ. ഉച്ചക്കലത്തേക്ക് അവിടെ ഫുഡ് പ്രിപ്പയർ ചെയ്യുവാൻ വേണ്ടി ഈ പാത്രങ്ങൾ കഴുകി കൊടുത്തെങ്കിൽ മാത്രമേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് ഇപ്പോഴത് ചെയ്യണം. ഇപ്പോഴത് ചെയ്യില്ല. അനീഷ് വിളിക്കുന്നു, അതുകൊണ്ട് താൻ ചെയ്യില്ല. തുടർന്ന് കൂടെ വിളിക്കുവാൻ തുടങ്ങിയപ്പോഴേക്കും അവരങ്ങോട്ട് എഴുന്നേറ്റു. പിന്നെ അവരങ്ങ് ട്രിഗർ ആവുകയാണ്. അവിടെ അനീഷ് വിജയിച്ചു എന്ന് മാത്രമേ ഞാൻ പറയുകയുള്ളൂ. ഇത് അനീഷിന്റെ ഗെയിമാണെന്നും ഇവരുടെ വായിൽ നിന്നുള്ള ഈ വൃത്തികെട്ട വാക്കുകൾ കേട്ടിട്ട് ഇത് പുറം ലോകത്തെ ആൾക്കാർ ഏത് രീതിയിലായിരിക്കും വ്യാഖ്യാനിക്കുക എന്നുള്ളതൊന്നും ചിന്തിക്കുവാൻ തക്കവണ്ണമുള്ള ആ ബോധവും വെളവും ആദിലയ്ക്കില്ല. അതുകൊണ്ട് തന്നെ ആദില വായിൽ വന്നതെല്ലാം പറഞ്ഞു. അനീഷ് തറയിൽ, നീ തറയല്ല അതിനേക്കാൾ താഴെയാണെന്നൊക്കെ പറഞ്ഞ് വളരെ മോശം, അത്രയും താഴ്ന്ന നിലവാരത്തിൽ അനീഷിനെ അവർ പള്ളു പറഞ്ഞു. എന്നിട്ട് അനീഷ് അവസാനം പറയുകയാണ്, ഒരു കാര്യം ചെയ്, ഞാൻ തന്നെ കഴുകിക്കോളാം. കഴുകാൻ വേണ്ടി പല ആവർത്തി പറഞ്ഞിട്ടും കൂട്ടാക്കാതെ താൻ ആരാ എന്നോടത് പറയാൻ? താൻ തൻ്റെ തരത്തിൽ പോയി കളിക്കടൂ. താൻ എന്നെ കൊണ്ടൊന്ന് ചെയ്യിക്ക്, എനിക്കതൊന്ന് കാണണം. ഇങ്ങനെ നിന്നുകൊണ്ട് വെല്ലുവിളിക്കുകയാണ് അനീഷിനെ. ഒടുവിൽ അനീഷ് പറയുകയാണ്, സാരമില്ല, ഞാൻ പോയി കഴുകിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ അവരുടെ കുരു എന്തിനാണ് പൊട്ടുന്നത്? അവർ ചെയ്യേണ്ട ഡ്യൂട്ടി അനീഷ് ചെയ്തോളാമെന്ന് പറഞ്ഞു. കാരണം കിച്ചൺ ക്യാപ്റ്റനാണ്. അയാൾ പറയുന്നത്, എനിക്ക് ഈ കിച്ചണുമായിട്ട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. കിച്ചൺ ഡ്യൂട്ടി ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി പാത്രം കൃത്യസമയത്ത് ഞാനാണ് കഴുകി കൊടുക്കേണ്ടത്. എനിക്കാണ് അതിന്റെ അക്കൗണ്ടബിലിറ്റി. അതുകൊണ്ട് തന്നെ അവർ ചോദിച്ചാൽ എനിക്ക് അവരുടെ മുമ്പിൽ ഉരുണ്ട് കളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് അനീഷ് അടുക്കളയിലേക്ക് പോവുകയാണ്. നീ പോയി ചെയ്യ് എന്നല്ലേ പറയേണ്ടത്? 1/2 മണിക്കൂർ സമയം അവരുടെ മുൻപിൽ നിന്നുകൊണ്ട് പാത്രം കഴുകുക എന്ന് പറഞ്ഞിട്ട് കഴുകില്ല, ഇയാൾ പോയി പണി നോക്ക്, എനിക്ക് സൗകര്യമുള്ളപ്പോൾ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ പൂർണ്ണമായിട്ടും റിജക്റ്റ് ചെയ്ത ആദില എന്തിനാണ് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് അനീഷ് ഇറങ്ങിപ്പോയപ്പോൾ അനീഷിന്റെ പുറകിന് പോകുന്നത്? ഇയാൾ പോയെങ്കിൽ ചെയ്തോ, എനിക്ക് സൗകര്യമുള്ളപ്പോൾ ഞാൻ ചെയ്യും എന്നല്ലേ പറഞ്ഞത്? പക്ഷെ അവർ കേട്ടില്ല. അവർ ഓടിപ്പോയി അനീഷിന്റെ കിടക്കം മുഴുവനും വലിച്ച് അലങ്കോലമാക്കുകയാണ്. അയാളുടെ പുതപ്പെല്ലാം വാരി വലിച്ചെറിയുന്നു. അയാളുടെ പില്ലോയുമായിട്ട് ഇവർ ഇറങ്ങിപ്പോകുന്നു. അടുക്കളയിൽ വരെ ചെന്നു ഈ പില്ലോ. എന്നിട്ട് അടുക്കളയിൽ പോയി ഭയങ്കര ബഹളം ഉണ്ടാക്കുന്നു. അയാൾ കഴുകിയ പാത്രം പിടിച്ചു വാങ്ങുന്നു. അതിനുശേഷം സ്പൂണെല്ലാം കൂടി തല്ലി തെറിപ്പിക്കുന്നു. പിന്നെ ആ പാത്രം അയാളുടെ ശരീരത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അത് കഴുകി ആ അളിഞ്ഞ വെള്ളം മുഴുവനും അയാളുടെ ദേഹത്തേക്ക് തെറിപ്പിക്കുന്നു. ഇതിനിടയിൽ വായിൽ വന്നതെല്ലാം പറഞ്ഞു. ഇവരാരാ, ഗുണ്ടയാണോ അതോ ലേഡി ബിഗ് ബോസോ? ഇവരെന്താണ് ഈ കരുതുന്നത്? ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരില്ലേ? ഞാൻ കഴിഞ്ഞ രാത്രിയിൽ പ്രൊമോ വന്നപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിനകത്ത് ഞാൻ പറഞ്ഞൊരു കാര്യം വീണ്ടും എൻ്റെ മനസ്സിൽ വരികയാണ്. ഇത്രയും ക്യാമറ അവിടെ ഉള്ളപ്പോൾ അതിൻ്റെ മുമ്പിൽ ഇത്രയും ചീപ്പ് ഗെയിമാണ് ഇവർ കളിക്കുന്നതെങ്കിൽ, ഈ ക്യാമറ അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ, അവിടെ നോക്കാനും കാണാനും ആരും ഇല്ലായിരുന്നെങ്കിൽ ആ മനുഷ്യനെ ഇവർ തല്ലിക്കൊന്ന് കളയുമായിരുന്നല്ലോ.
ഇവർക്ക് എന്താണ് അവിടെ ഇത്ര പ്രത്യേകത? ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും ഒരു കുഴപ്പവുമില്ല. ഡ്യൂട്ടി എല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ബിഗ് ബോസിന്റെ റൂളാണ്. ആ റൂളിനനുസരിച്ച് ഓരോ ആൾക്കാരും ഡ്യൂട്ടി ചെയ്യണം. ഓരോരുത്തർക്കും ഡ്യൂട്ടി ചെയ്യുവാൻ വേണ്ടി കൃത്യം സമയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ സമയങ്ങളിൽ അവരത് ചെയ്തു തീർക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് വരുന്ന ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടാണ്. കിച്ചൺ ഡ്യൂട്ടിക്കാർക്ക് ബുദ്ധിമുട്ടാകാതിരിക്കുവാൻ വേണ്ടി അനീഷ് ഞാൻ കഴുകിക്കോളാം എന്ന് പറഞ്ഞു പോവുകയാണ്. പക്ഷെ അവൾ അത് സമ്മതിക്കില്ല. അവൾ അവിടെ ചെന്ന് അടുക്കളക്കകത്ത് കയറി ഭയങ്കര പട്ടിഷോ കാണിക്കുകയാണ്. ഇതിനിടയിൽ പറയുമ്പോൾ എല്ലാം പറയണം. ആദിലയുടെ കൂടെ കിടക്കുകയാണ് അനുമോള്. അനുമോൾക്ക് മനസ്സിലാകുന്നുണ്ട് കാര്യങ്ങൾ ആദിലയാണ് ചെയ്യേണ്ടതെന്ന്. ആദില ആ സമയത്ത് അനീഷിനെ കുറ്റം പറയുകയാണ്. ചേട്ടൻ എന്തിനാണ് ഇങ്ങനെ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്? ചേട്ടന്റെ പണി പോയി നോക്ക്. അങ്ങനെ വിളിച്ചാൽ വരില്ല ചേട്ടാ, ആരായാലും വരില്ല ചേട്ടാ. എന്നാൽ ഈ കൂടെ ഇരിക്കുന്ന ആദിലയോട് പറഞ്ഞു കൊടുക്കാം, എടി നിന്റെ ഡ്യൂട്ടിയാണ്, നീ അത് പോയി ചെയ്യ്, വെറുതെ എന്തിനാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നൊരു വാക്കു പറയാമല്ലോ. അനുമോൾ അത് ചെയ്യുന്നില്ല. നൂറ പിന്നെയും വിലക്കുന്നുണ്ട്, അങ്ങനെ ചെയ്യരുത്, നീ അത് പോയി ചെയ്യ് എന്ന് പറഞ്ഞുകൊണ്ട് ആദിലയെ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലും ചെയ്യാതെ അനുമോള് ആദിലയുടെ തെറ്റിനെ മറച്ചു വെച്ചുകൊണ്ട് അനീഷിനെ കുറ്റക്കാരനാക്കി സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അനുമോളെ, ഇത് ചീപ്പ് ഗെയിമാണ്. ഇതൊക്കെ ആൾക്കാർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. നിങ്ങൾ പല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള നെറുകേട് ആൾക്കാർ കാണിക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് അത് ചീപ്പാണ്. ആ ഒരു ഇടപാട് അത് നീതിയല്ല, അതിനകത്ത് യാതൊരു ന്യായവുമില്ല. ഒടുവിൽ അടുക്കളയിൽ ഇത്രയും പ്രശ്നം നടന്നിട്ട് ആ വീട്ടിൽ എന്ത് കാര്യമുണ്ടെങ്കിലും അത് ഈ വീടിന്റെ പൊതുവായിട്ടുള്ള പ്രശ്നമാണ്, അതിനകത്ത് നമ്മളെല്ലാവരും ഇടപെടേണ്ടതാണ് എന്നെല്ലാം പറഞ്ഞു വലിയ ചന്ദ്രഹാസം മുഴക്കുന്ന അണ്ണന്മാരൊക്കെ ഉണ്ടല്ലോ. ഷാനവാസ് മാത്രമാണ് സംസാരിക്കാൻ വരുന്നത്. ബാക്കിയുള്ളവരെല്ലാം കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. എവിടെ പോയി ഇവരുടെ നീതിബോധം? എവിടെ പോയി ഈ ആൾക്കാരുടെ കണ്ടന്റ് ഉണ്ടാക്കൽ? അപ്പോൾ ആളും തരവും മാത്രം നോക്കിയാണ് ഇവരെല്ലാം കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി വരുന്നത്. എളിയിടം കണ്ടു മാത്രമേ വാദം കൊച്ചു എന്ന് പറയുന്നത് പോലെ നെറികെട്ട കുറെ കളിക്കാർ അതിനകത്ത് വന്നിട്ടുണ്ട്. എന്താ ഇവന്മാർക്ക് ആതിരയോട് സംസാരിക്കാൻ ഇത്ര ബുദ്ധിമുട്ട്? ആതിരയുടെ സ്ഥാനത്ത് അനുമോളായിരുന്നുവെങ്കിൽ ഇന്ന് അവിടെ ഭയങ്കര ബഹളം പൊട്ടിയേനെ. അപ്പോൾ ചില ആൾക്കാർക്ക് ഒരു കൺസിഡറേഷൻ ഉണ്ട്. ഇതിനെയാണ് ഫേവറിറ്റിസം എന്ന് പറയുന്നത്. ഷാനവാസ് നല്ല ഒന്നാന്തരമായിട്ട് സംസാരിക്കുന്നുണ്ട്. അനീഷിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊന്നും അല്ല സംസാരിക്കുന്നത്. ഈ അടുക്കളക്കകത്ത് വന്നു കിടന്ന് ഈ പട്ടിഷോ കാണിച്ചത് ശരിയായില്ല. വെള്ളം കോരി മൈക്കിൽ ഒഴിക്കുക, ക്യാമറയിൽ വെള്ളം തെറിപ്പിക്കുക, ഇതൊക്കെ എന്തിനാണ് നീ ഇവിടെ കിടന്ന് കാണിക്കുന്നത്? എന്തിനാണ് അയാളുടെ പില്ലോ എടുത്തുകൊണ്ട് നെറുകത്? നീ ചെയ്യേണ്ട ഡ്യൂട്ടി നീ കൃത്യസമയത്ത് ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. ഇത് പറഞ്ഞിട്ട് ഷാനവാസ് ആദിലയ്ക്ക് നേരെ സംസാരിക്കുന്നുണ്ട്. ഷാനവാസും ആദിലയും തമ്മിൽ പെങ്ങളൂട്ടി ബന്ധമാണ്. പക്ഷെ പറയാനുള്ള കാര്യം അയാൾ മുഖത്ത് നോക്കി പറഞ്ഞതുകൊണ്ട് ആദിലയ്ക്ക് അവസാനം ഷാനവാസിനോടും പിണങ്ങേണ്ടി വന്നു. അനീഷ് വെറുപ്പീരിന്റെ ആളാണ് എന്ന് പറയുന്നുണ്ട് ആൾക്കാർ. അതെ, അനീഷ് വെറുപ്പീരിന്റെ ആളാണ്, ശരിയാണ്. പക്ഷേ ന്യായമായ കാര്യമല്ലേ അയാൾ പറഞ്ഞത്? വെറുതെ അയാൾ പുറകിന് നടന്ന് വെറുപ്പിക്കുകയല്ല. 2-3 ദിവസമായിട്ട് ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അനീഷാണ് 2 ആഴ്ചയായിട്ട് വെസൽ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരിക്കുന്നത്. അനീഷിന്റെ ടീമിൽ തന്നെയാണ് ആദിലയും എടുത്തിട്ടിരിക്കുന്നത്. ആദിലയ്ക്ക് മാത്രം എന്താ കൊമ്പുണ്ടോ? ബാക്കിയുള്ളവർക്ക് ആർക്കും പ്രശ്നമില്ല. അവരൊക്കെ കൃത്യസമയത്ത് ആ വിഷയം തീർക്കുന്നുണ്ട്. അനീഷിന് വെസൽ ടീമിലുള്ള മറ്റാരുമായിട്ടും ഇതുപോലെ വഴക്കുണ്ടാക്കേണ്ട സാഹചര്യം വന്നിട്ടില്ല. ഒരിടത്തും അങ്ങനെ ഒരു സ്ക്രീൻ സ്പേസ് ആരും ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചിട്ടുമില്ല. ഇവള് മാത്രം എന്താണ് ഇങ്ങനെ? ഇവൾക്ക് മാത്രം എന്താ സ്പെഷ്യൽ പ്രിവിലേജ് അവിടെ ഉണ്ടോ? ഇന്ന് രാവിലെ നടന്ന സംഭവത്തിൽ സമ്പൂർണ്ണമായിട്ടും അനീഷ് തന്നെയാണ് വിജയിച്ചിരിക്കുന്നത്. അനീഷ് വളരെ ആത്മസംയമനത്തോടെ സംസാരിക്കുന്നത്. ഒരു വാക്ക് പോലും താൻ പറഞ്ഞതിനെതിരായിട്ട് മോശമായിട്ട് തിരിച്ച് അതേ നാണയത്തിൽ അടിച്ചിട്ടില്ല. വളരെ കൃത്യമായിട്ട് അനീഷ് എല്ലാം മനസ്സിലാക്കി തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അനീഷ് എന്താണോ മനസ്സിൽ ഉദ്ദേശിച്ചത് അത് പൂർണ്ണമായിട്ടും നിറവേറ്റുവാൻ അയാൾക്ക് പറ്റി. എന്ന് പറഞ്ഞാൽ ആദില എന്ന് പറയുന്ന ഗെയിമറുടെ ചീപ്പ് ഷോ അതെന്താണ് എന്ന് വെളിപ്പെടുത്തുവാൻ, അവരുടെ ക്യാരക്ടർ എന്താണ്, ശരിക്കും അവർ അടിസ്ഥാനപരമായിട്ട് ആരാണ് എന്ന് വെളിപ്പെടുത്തുവാൻ അനീഷിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്ന് രാവിലെ നടന്ന സംഭവത്തിൽ വ്യക്തമായി വെളിപ്പെടുന്നത്. ഒരു വേള സംസാരിച്ച് വരുമ്പോൾ ആദിലയുടെ വാ ചൊറിഞ്ഞു വന്നിട്ട് അവരെന്തോ പുഴുത്ത തെറി വിളിച്ച് പറയാൻ വേണ്ടി തുടങ്ങിയതാണ്. പെട്ടെന്നത് പിടിച്ചു നിർത്തിയിട്ട് താൻ ഇവിടെ എന്തെല്ലാം കോപ്പ് കാണിച്ചാലും എനിക്കൊരു ചുക്കും ഇല്ല എന്നാക്കി വിട്ടു. ഈ ചുക്കെന്ന് പറയുന്നതിന് മുൻപ് തെറിയാണ് അവരുടെ വായിൽ വരുന്നത്. അവര് പറയുന്ന തെറിയൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നേരത്തെ കുറെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ബിഗ് ബോസിൽ വന്നിട്ട് ഇനി തെറി പറഞ്ഞാൽ പ്രശ്നമാകണ്ട, അതിനുവേണ്ടി പിടിച്ചു വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇത്ര നിലവാരമില്ലാത്ത അഹങ്കാരിയായിട്ടൊരു കണ്ടസ്റ്റന്റ് ഈ സീസണിൽ മറ്റൊരാൾ വന്നിട്ടില്ല. അത്ര ബോറാണ്, വെറും പട്ടിഷോ. നിങ്ങൾ ഈ കാണിക്കുന്ന ചീപ്പ് ഗെയിമാണ്. നിങ്ങളെ 1% പോലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങളുടെ ജെൻഡറിനോടുള്ള ബന്ധത്തിൽ നിങ്ങൾ ആക്രമണം നേരിട്ടത് കൊണ്ട് മാത്രമാണ്. ആ സപ്പോർട്ട് നിങ്ങൾക്ക് നൽകിയതായിട്ട് തോന്നണ്ട, വ്യക്തിപരമല്ല, അതൊരു കമ്മ്യൂണിറ്റിയോടുള്ള ബന്ധത്തിലാണ് സംസാരിച്ചത്. അല്ലാതെ 1% പോലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അത്ര മോശം ഗെയിമറാണ് ആദില നിങ്ങൾ. ഇത്രയും പ്രശ്നം അവിടെ നടന്നു, നിങ്ങളെ അംഗീകരിക്കാം. നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് അനീഷ് പറഞ്ഞതിലെ അന്യായം ചൂണ്ടിക്കാട്ടണമായിരുന്നു. ഈ ബഹളം അടുക്കളക്കകത്ത് തുടങ്ങിയ സമയത്ത് ലക്ഷ്മി പിന്നിൽ കൂടി വന്നിട്ട് പറയുന്നുണ്ട്, അരിയിടുവാൻ സമയമായിട്ടുണ്ട്, എനിക്ക് പാത്രം തരണം, അത് കഴുകി തരണമെന്ന് പറയുന്നുണ്ട്. ഈ സമയത്താണ് അനീഷിന്റെ കയ്യിൽ നിന്ന് അവരത് പിടിച്ചു പറിക്കുന്നത്.
അനീഷ് പാത്രം കഴുകാൻ വേണ്ടി അടുക്കളയിൽ ആ ടൈമിൽ വരുന്നില്ലായിരുന്നെങ്കിലോ? ബെഡ്റൂമിൽ ആദിലയും അനീഷും തമ്മിലുള്ള ബഹളം നടന്നുകൊണ്ടിരിക്കും. തെറി വിളിച്ച് വിളിച്ച് അയാളെ അവര് തോൽപ്പിച്ചുകൊണ്ടേയിരിക്കും. ഈ സമയത്ത് ഇപ്പുറത്തെ അടുക്കളയിൽ അടുത്ത പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെടും. കിച്ചൺ ക്യാപ്റ്റനോട് അടുക്കളയിലുള്ള ആൾക്കാരെല്ലാവരും കൂടി യുദ്ധമുണ്ടാക്കാൻ വേണ്ടി വരും. ഞങ്ങൾക്ക് പാത്രം കിട്ടണം, പാത്രം എന്തിയെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനീഷ് പെടും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി അയാൾ ആദിലയുടെ ഡ്യൂട്ടി സ്വമേധയാ ചെയ്യാൻ പോയതാണ്. അങ്ങനെ അനീഷ് ഡ്യൂട്ടി ചെയ്തു കഴിഞ്ഞാൽ താൻ ബാക്കിയോടി പൊളിയും എന്ന് ആദിലയ്ക്ക് മനസ്സിലായി. അതുകൊണ്ടല്ലേ ഇപ്പോൾ പുറകിന് വന്നിട്ട് പാത്രം കഴുകേണ്ട ആ ഒരു ഗതികേടിലേക്ക് താൻ എത്തിയത്. ഈ പ്രശ്നം ഇവിടം കൊണ്ട് തീരില്ല. ഈ ആഴ്ച മുഴുവനും ഈ സംഘടനം തുടർന്നുകൊണ്ടേയിരിക്കും. നമുക്ക് കാണാം എന്തായി തീരുമെന്ന്. എന്തായാലും ആദിലയുടെ ക്യാരക്ടർ അത് ഇത്രയും ചീപ്പായിരുന്നുവെന്ന് പൊതുജനത്തിന്റെ മുമ്പിൽ കൃത്യമായി വെളിപ്പെട്ടു വന്നിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം.